welcome back to Crafted Malayalam. ഞാൻ അനന്യ. അപ്പോൾ 2021 നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ ഇത് നല്ലൊരു സ്റ്റാർട്ട് ആവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ചിരട്ടയും കൊണ്ട് കുറച്ച് കിളികളെ ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ 1-2 ചിരട്ട എടുത്തിട്ടുണ്ട്, പിന്നെ അക്രിലിക് കളർ, ഗ്ലൂ, പിന്നെ 1-2 മാർക്കേഴ്സ് എടുത്തിട്ടുണ്ട്, കത്രിക, പിന്നെ ഇതാ സാൻഡ് പേപ്പർ, പിന്നെ ചകിരി. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചിരട്ടയുടെ പുറത്തേക്കുന്ന ഈ നാരൊക്കെ ഒന്ന് പറിച്ച് കളയാം. എന്നിട്ട് സാൻഡ് പേപ്പറും കൊണ്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കാം. അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് കളർ ചെയ്യുമ്പോൾ അതിന് ഒരുമാതിരി പരിപരത്ത പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സാൻഡ് പേപ്പറും വെച്ചൊന്ന് ഉരച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് ഉരച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻ്റ് അടിക്കാം. പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ 2 അക്രിലിക് കളർ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ലൈറ്റ് ഷെയ്ഡും വേണം, ഡാർക്ക് ഷെയ്ഡും വേണം. അതിനായിട്ട് ആദ്യം ഞാൻ ഇവിടെ ബ്ലൂ കളറാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് വേറൊന്നും ചേർക്കാതെ ബ്ലൂ മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് അടിച്ചു കൊടുക്കാം. ഡാർക്ക് ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ലൈറ്റ് ഷെയ്ഡായിട്ട് നമുക്കൊരു ലൈറ്റ് ബ്ലൂം എടുക്കാം. ഇപ്പോൾ ഞാൻ ഇത്രയും പോർഷൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നടുക്കൊരു ട്രയാങ്കിൾ പോലൊരു പോർഷൻ വിട്ടിട്ടുമുണ്ട്. നെക്സ്റ്റ് ഞാൻ വൈറ്റും നമ്മൾ നേരത്തെ എടുത്ത സെയിം ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ അതാ ലൈറ്റ് ബ്ലൂ കളർ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ നിങ്ങളുടെ പാക്കിനകത്ത് ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് അടിച്ചു കൊടുത്താലും മതി. ഇപ്പോൾ ഞാൻ എന്താ കംപ്ലീറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മുടെ കിളിക്ക് വേണ്ടിയുള്ള കണ്ണ് വരച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു വെള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് 2 വലിയ കണ്ണുകൾ വരച്ചു കൊടുക്കാം. അപ്പം ഞാൻ കറക്റ്റായിട്ട് വരയ്ക്കാൻ വേണ്ടി 3 തേക്ക് കൊടുത്തു. ഇങ്ങനെ അതിൻ്റെ അകത്ത് ഒരു വരയും കൂടെ വരച്ചിട്ട് ഒരു സർക്കിൾ വരച്ചിടുക. ഇനി ആ സർക്കിൾ നമുക്ക് ബ്ലാക്ക് മാർക്കറും കൊണ്ട് ഫില്ല് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പുറത്തുള്ള പോർഷൻ നമുക്ക് വേറൊരു കളറും കൊണ്ട് ഫില്ല് ചെയ്യണം. അതിന് മുമ്പ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ ബ്ലൂ കളറാണല്ലോ ചിരട്ടയ്ക്ക് അടിച്ചത്, അതുകൊണ്ട് ലൈറ്റ് ബ്ലൂ കളർ തന്നെ ആ ബ്ലാക്ക് പോർഷൻ്റെ മുകളിലായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഗ്ലൂ തേച്ചിട്ട് കുറച്ച് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒരേ കണ്ണ് ഒട്ടിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ കണ്ണ് ഒട്ടിക്കണം. ഇപ്പോൾ 2 കണ്ണ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് വരയ്ക്കാൻ പോകുന്നത് പക്ഷിയുടെ ചിറകാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കിഷ്ടമുള്ളൊരു കളർ പേപ്പറിൽ ഇതുപോലെ വരച്ചു കൊടുക്കാം. ഒന്ന് ലെഫ്റ്റിലേക്കും മറ്റൊന്ന് റൈറ്റിലേക്കും വരയ്ക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഒട്ടിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് അത് ഒരു ബ്ലാക്ക് മാർക്കർ കൊണ്ട് കറക്റ്റായിട്ടൊന്ന് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ചിറക് കട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ചിറക് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഒട്ടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് സൈഡ് ചെറുതായിട്ടൊന്ന് 2 എണ്ണത്തിനെയും മടക്കിയിട്ട് വേണം ഒട്ടിക്കാൻ. എന്നാലേ നന്നായിട്ട് പറന്നിരിക്കത്തുള്ളൂ, പറന്നിരിക്കുന്ന പോലെ തോന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒട്ടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒട്ടിക്കാം. ഇപ്പോൾ ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുണ്ടുണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു റെഡ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു പോർഷൻ മതി. ഇപ്പോൾ ഇത്രയും വേണ്ട, എൻ്റെ ചെറിയൊരു പോർഷൻ മതി. ഇപ്പോൾ ഞാൻ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് അതിൻ്റെ 2 സൈഡും ഇങ്ങനെ 2 സൈഡിൽ നിന്നും കോണായിട്ട് ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്ക് സൈഡിലും ഇതുപോലെ മടക്കണം, വീഡിയോ കാണുന്ന പോലെ മടക്കണം. എന്നിട്ടിത് 2ആയിട്ട് ഇങ്ങനെ മടക്കണം. ഇപ്പോൾ ഇതാ ചുണ്ട് റെഡി ആയിട്ടുണ്ട്. ചുണ്ട് കറക്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ മാർക്കിങ്സ് ഒക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ചുണ്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് ഗ്ലൂ തേച്ചിട്ട് ചുണ്ട് ഒട്ടിക്കാം. അപ്പോൾ നമുക്ക് ചുണ്ട് ഒട്ടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഒട്ടിക്കുന്നത്. കിളിയുടെയൊക്കെ ചുണ്ട് അങ്ങനെയാണല്ലോ ഇരിക്കുക. ഇനി നമുക്ക് പിസ്ത ഷെല്ല് വെച്ചിട്ട് ഇതിൻ്റെ കാലൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ പിസ്ത ഷെല്ല് നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണോ ഫെവിക്കോളോ ഒക്കെ തേച്ചിട്ട്
ഇങ്ങനെ അതിൻ്റെ താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്ലൂ തേക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മാത്രമേ അത് ഉണങ്ങുള്ളൂ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ താഴെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ കിളി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചകിരി എടുത്തിട്ട് ഇതിൻ്റെ അടിയിലോട്ട് വെച്ചിട്ട് ടേപ്പ് വെച്ചിട്ടോ ഗ്ലൂ ഗൺ വെച്ചിട്ടോ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അതെന്ന് പറയുമ്പോൾ കിളിയുടെ എന്താ പറയുക മുടിയൊക്കെ പോലെ, മുടി രോമമൊക്കെ പോലെയാണ്. ഇനി അവിടെ കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ ഒന്ന് കൊടുക്കാം. ഇപ്പോൾ ഇതാ കിളി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ 1-2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചിരട്ടം കൊണ്ട് ഉണ്ടാക്കിയതാ ഈ കിളികളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി ഞാൻ എത്തുന്നിടം വരെ ബൈ.